സംസ്കൃതിയുടെ UGC നെറ്റ് ജനറൽ പേപ്പർ ലൈവ് PYQ ഡിസ്കഷനിലേക്ക് സ്വാഗതം. PYQ ഡിസ്കഷനിലൂടെ നമ്മൾ പഠിച്ച കാര്യങ്ങളിൽ നിന്നും ചോദ്യങ്ങൾ എങ്ങനെ വരുന്നു എന്ന് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. ഇന്നത്തെ ടോപ്പിക്ക് ലോജിക്കൽ റീസണിംഗ് ആണ്. ലോജിക്കൽ റീസണിങ്ങിന്റെ ലാസ്റ്റ് ക്ലാസ് ആണ്. കുറച്ചുപേര് വെൻ ഡയഗ്രാം വേണമെന്ന് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ നമ്മൾക്ക് ഈ ഒരു കോൺസെപ്റ്റ് മിസ്സായിരുന്നു. സോ നമ്മൾ വെൻ ഡയഗ്രാം ആണ് ലാസ്റ്റ് നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, വെൻ ഡയഗ്രാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റ് ആണ്. നമുക്ക് ലോജിക്കൽ റീസണിങ്ങിൽ ഓൾമോസ്റ്റ് ഒരു 30% കോൺസെപ്റ്റ്സ് വെൻ ഡയഗ്രാമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കോൺസെപ്റ്റ്സ് ആണ്. നമുക്ക് വെൻ ഡയഗ്രാംസിൻ്റെ മെത്തഡോളജി എങ്ങനെയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ കോൺസെപ്റ്റ് എല്ലാം പഠിക്കുന്നതിന് പകരം നമുക്ക് വെൻ ഡയഗ്രാം യൂസ് ചെയ്ത് മാത്രം നമുക്കത് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. സോ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് വെൻ ഡയഗ്രാം. സോ ഇതിൻ്റെ സെക്ഷൻ എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ സെക്ഷൻ ആണ്. സോ നിങ്ങൾക്ക് അത് വർക്കൗട്ട് ചെയ്യാനായിട്ടുള്ള മെറ്റീരിയൽസ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഇതിൻ്റെ എന്തെങ്കിലും ഒരു പോർഷൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടെക്നിക്ക് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ആ സമയത്ത് തന്നെ അത് ക്ലിയർ ചെയ്യുക. അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ നമുക്ക് നോക്കാം. Venn diagram is basically widely used diagram style that shows the logical relation between sets. അതായത് മാത്തമാറ്റിക്സിന്റെ ഒരു കോൺസെപ്റ്റ് ആണ് സെറ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. ഓക്കെ, ആ ഒരു സെറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനെയാണ് വെൻ ഡയഗ്രാം എന്ന് പറയുന്നത്. ഈ ഒരു വെൻ ഡയഗ്രാം ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ജോൺ വെൻ ആണ്. അതുകൊണ്ടായിരിക്കാം അതിന് വെൻ ഡയഗ്രാം എന്ന് തന്നെ പേര് വന്നിരിക്കുന്നത്. എ വെൻ ഡയഗ്രാം യൂസസ് ഓവർലാപ്പിംഗ് സർക്കിൾസ് or other shapes to illustrate the logical relationship between two or more sets of items. Often they serve to graphically organize things, highlighting how the items are similar and different. അതായത് നമ്മൾ ലോജിക്കലി ബൈ വേർഡ്സിലൂടെ പറയുന്ന ഇപ്പൊ രണ്ട് കാര്യങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ നമുക്ക് ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് വെൻ ഡയഗ്രാം എന്ന് പറയുന്നത്. ഒരു രണ്ട് കോൺസെപ്റ്റ് എങ്ങനെയാണ് സിമിലർ ആയിരിക്കുന്നത്, അല്ലെങ്കിൽ അതെങ്ങനെയാണ് ഡിഫറെൻ്റ് ആയിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ലോജിക്കൽ റിലേഷൻഷിപ്പ് എങ്ങനെ വന്നിരിക്കുന്നു എന്നുള്ളത് നമുക്ക് ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യാൻ പറ്റും ത്രൂ വെൻ ഡയഗ്രാം. നമ്മൾ കാറ്റഗറിക്കൽ പ്രപ്പോസിഷൻ ആണ് വെൻ ഡയഗ്രാമിന്റെ ഏറ്റവും ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, ഓരോ കാറ്റഗറിക്കൽ പ്രപ്പോസിഷൻസിനും നമുക്ക് അറിയാം 4 types ഓഫ് കാറ്റഗറിക്കൽ പ്രപ്പോസിഷൻസ് ആണുള്ളത്. ഫസ്റ്റ് വൺ യൂണിവേഴ്സൽ അഫർമേറ്റീവ് ആണ്, ദാറ്റ് ഈസ് ഓൾ SRP. ഓൾ SRPക്ക് വരുന്ന വെൻ ഡയഗ്രാംസ് അറിഞ്ഞിരിക്കുക. ഓക്കെ, അറിയാത്തവരുണ്ടെങ്കിൽ ഇത് നോട്ട് ചെയ്ത് വെക്കുക. നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസിലെല്ലാം ഇത് അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്കത് സൊല്യൂഷനിലോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ. സോ ഓൾ SRP വെറുതെ നോട്ട് ചെയ്ത് വെച്ചാൽ പോലെ ഇത് മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, ഓൾ SRP എന്ന് പറയുമ്പോഴത്തേനും അതിന്റെ വെൻ ഡയഗ്രാം എങ്ങനെയാണ് വന്നിരിക്കുന്നത്? എസിന്റെ സർക്കിള് പി സർക്കിളിന്റെ ഇൻസൈഡ് ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, ആ ഒരു കോൺസെപ്റ്റ് കറക്റ്റ് ആണോ എന്നൊന്ന് ക്രോസ് ചെക്ക് ചെയ്യാവോ? ഓൾ SRP എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഈസ് ദിസ് കറക്റ്റ് വിത്ത് ദിസ് ഡയഗ്രാം? ഓക്കെ, 2 ഡയഗ്രാംസ് ആണുള്ളത്. ഒന്നൊരു ഓവർലാപ്പിംഗ് ഡയഗ്രാം ആണ്, അതായത് ഓൾ SRP അല്ലെങ്കിൽ ഓൾ SR ഈക്വൽ വിത്ത് P എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് ഓവർലാപ്പിംഗ് ഡയഗ്രാം വന്നിരിക്കുന്നത്. ആൻഡ് ദ ഫസ്റ്റ് ഡയഗ്രാം ഈസ് പി എന്ന് പറയുന്ന ഒരു വലിയ സർക്കിളിന് ഉള്ളിലാണ് എസ് വന്നിരിക്കുന്നത്. അതെന്താണ് മീൻ ചെയ്യുന്നത്? എസിലുള്ള എല്ലാ എലമെന്റ്സിലും പി ഉണ്ട് എന്നാണ് അതിന്റെ അർത്ഥം, അല്ലേ? ഓക്കെ, ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. ഓൾ SRP എന്ന് പറയുമ്പോഴത്തേനും എസ് ഷുഡ് ബി ഇൻസൈഡ് ഓഫ് പി. ഓക്കെ, അടുത്ത സ്റ്റേറ്റ്മെന്റ് ഏതാണ്? നോ SRP. ഓക്കെ, അതായത് എസിലെ ഒരു എലമെന്റ്സിനും പിയുമായിട്ട് യാതൊരു റിലേഷൻഷിപ്പും ഇല്ല എന്നുള്ളത് കാണിക്കുന്നതാണ് യൂണിവേഴ്സൽ നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, സോ എസ് ഈസ് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ഫ്രം പി. ദ നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് സം SRP. ഓക്കെ, വെൻ ഡയഗ്രാം അനുസരിച്ച് ഈ ഒരു സ്റ്റേറ്റ്മെന്റിന് 3 types ഓഫ് ഡയഗ്രാംസ് വരാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ഫസ്റ്റ് ഡയഗ്രാം എങ്ങനെയാണ്? ഒരു ഓവർലാപ്പിംഗ് ഡയഗ്രാം ആണ്. ഓക്കെ, എസും പിയും പരസ്പരം ഓവർലാപ്പ് ചെയ്ത് നിൽക്കുന്നത് എന്താണ്? ഈ ഒരു ഡയഗ്രാമിൽ നമുക്ക് മനസ്സിലാവും ഈ കോമൺ വരുന്ന ഓവർലാപ്പിംഗ് പോർഷൻ ആണ് സം SRP എന്ന് പറയുന്നത്. സെക്കൻഡ് ഡയഗ്രാം നോക്കിയേ, എസ് ഈസ് ഇൻസൈഡ് ഓഫ് പി. ഓക്കെ, ഇതിന്റെ മീനിങ്ങും സെയിം തന്നെയാണ്. സം SRP എന്നുള്ളത് തന്നെയാണ് സെക്കൻഡ് ഡയഗ്രാമും കാണിക്കുന്നത്. ആൻഡ് ദെൻ തേർഡ് ഡയഗ്രാം എന്താ പറയുന്നത്? സം SRP. ഓക്കെ, ആ ഒരു ഡയഗ്രാമിലും സെയിം മീനിങ് തന്നെയാണ്, സം SRP. And the last one, some SR not P.
ഓക്കെ, ഫസ്റ്റ് ഡയഗ്രാം നോക്കിയേ. നമ്മളുടെ പിക്ക് ഔട്ട്സൈഡ് ഉള്ള എസ് ഒന്നും എന്തല്ല, പി അല്ല. ഓക്കെ ഓക്കെ, ഫസ്റ്റ് ഡയഗ്രാം നോക്കാം. സം എസ് ആർ നോട്ട് പി. അപ്പൊ ഇതിൽ ഏത് പോർഷൻ ആണ് സം എസ് ആർ നോട്ട് പി വരുന്നത്? ഓക്കെ, ഈ ഒരു പോർഷൻ ആണ് സം എസ് ആർ നോട്ട് പി. ദെൻ സെക്കൻഡ് ഡയഗ്രാം നോക്കിയേ. സം എസ് ആർ നോട്ട് പി എന്നുള്ളത് ഇതിൽ ഏത് ഓപ്ഷൻ ആണ്? ഇതൊരു ഓവർലാപ്പിംഗ് ഡയഗ്രാം ആണ്, നേരത്തെ പോലെ തന്നെ. ഓക്കെ, ഇത്രയും പോർഷൻ എന്താണ്? സം എസ് ആർ നോട്ട് പി ആണ്. സോ ദിസ് ഈസ് ദി തേർഡ് ഡയഗ്രാം. ഇവിടെ എന്താണ്? കംപ്ലീറ്റ്ലി അതുമായിട്ട് യാതൊരു റിലേഷൻഷിപ്പും ഇല്ല. സോ ദിസ് ഈസ് ഓൾസോ സം എസ് ആർ നോട്ട് പിയിൽ വരുന്ന ഡയഗ്രാംസ് ആണ്. ഓക്കെ, ഈ ഡയഗ്രാംസ് മനസ്സിലായോ? ഓൾ എസ് ആർ പി അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന വെൻ ഡയഗ്രാം, ആൻഡ് നോ എസ് ആർ പി, സം എസ് ആർ പി ആൻഡ് സം എസ് ആർ നോട്ട് പി. ഓക്കെ, ഇത് ബേസിക് കോൺസെപ്റ്റ് ആണ്. ഓരോ പ്രൊപ്പോസിഷൻസിലും വരുന്ന വെൻ ഡയഗ്രാംസ് ഏതൊക്കെയാണെന്നുള്ളത് മസ്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, ആദ്യം ആ ഒരു ഡയഗ്രാം വെച്ചിട്ട് ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. എനിക്ക് തോന്നുന്നത് ആദ്യത്തെ രണ്ടും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവാനായിട്ട് സാധ്യതയില്ല. തേർഡ് ആൻഡ് ഫോർത്ത് വൺ, സം എസ് ആർ പി, അത് മനസ്സിലായെന്നൊന്ന് ജസ്റ്റ് നോക്കുക. ഓക്കെ, ഈ ഡയഗ്രാംസിൽ ഞാൻ കുറച്ചും കൂടെ സ്പെസിഫിക് ആയിട്ട് കാണിച്ചു തരാം. സം എസ് ആർ പി എന്ന് പറയുമ്പോഴത്തേനും ഈ ഒരു ഡയഗ്രാമിൽ ഏതാണത്? ഓക്കെ, ഈ ഒരു ഓവർലാപ്പിംഗ് പോർഷൻ ആണ് സം എസ് ആർ പി എന്ന് പറയുന്നത്. ഈ സെക്കൻഡ് ഡയഗ്രാമിൽ ഏതാണ് സം എസ് ആർ പി എന്ന് പറയുന്നത്? ഈ ഒരു എൻറ്റയർ എസ് പോർഷൻ എന്ന് പറയുന്നത് സം എസ് ആർ പി ആണ്. ഓക്കെ, ഇവിടെ ഏതാണ് സം എസ് ആർ പി എന്ന് പറയുന്നത്? ഈ ഒരു പി പോർഷൻ അത്രയും സം എസ് ആർ പിയിൽ വരുന്നതാണ്. ഇതുപോലെ തന്നെ നമുക്ക് ഇതിലും പറയാൻ പറ്റും സം എസ് ആർ നോട്ട് പി. ഓക്കെ, ഈ ഒരു ഫസ്റ്റ് ഡയഗ്രാമിൽ സം എസ് ആർ നോട്ട് പി എന്ന് പറയുന്നത് ഏത് പോർഷൻ ആണ്? ഈ ഒരു ഔട്ട്സൈഡ് പോർഷൻ ആണ്. ദെൻ ഈ ഒരു ഓവർലാപ്പിംഗ് ഡയഗ്രാമിൽ സം എസ് ആർ നോട്ട് പി ഏതാണ്? ഈ പോർഷൻ ആണ്. അതായത് ഇവിടെ ഒരു ഓവർലാപ്പിംഗ് വരുന്നുണ്ട്. ഓക്കെ, ഈ ഓവർലാപ്പിംഗ് അല്ലാത്ത ഈ ഒരു പോർഷൻ ആണ് സം എസ് ആർ നോട്ട് പി എന്ന് വരുന്നത്. ആൻഡ് ദ തേർഡ് ഡയഗ്രാമിൽ ദിസ് ഈസ് സം എസ് ആർ നോട്ട് പി. ഓക്കെ, വെൻ ഡയഗ്രാംസിന്റെ പാറ്റേൺ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പല രീതിയിലുള്ള പാറ്റേൺസിലാണ് വെൻ ഡയഗ്രാംസിന്റെ ക്വസ്റ്റ്യൻസ് വരുന്നത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് ദ സ്റ്റേറ്റ്മെന്റ് മോസ്റ്റ് ഓഫ് ദി സ്റ്റുഡൻസ് ആർ ഒബീഡിയൻറ്റ് ഈസ് ടേക്കൺ ടു ബി ട്രൂ. ഓക്കെ, നമ്മുടെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? മോസ്റ്റ് ഓഫ് ദി സ്റ്റുഡൻസ് ആർ ഒബീഡിയൻറ്റ് എന്നുള്ളതാണ് നമ്മളുടെ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, നമ്മളുടെ പ്രൊപ്പോസിഷൻസിൽ ഏത് ടൈപ്പ് പ്രൊപ്പോസിഷൻ ആണ് ഇതെന്ന് പറയാവോ? എ ടൈപ്പ് അല്ലേ? എ ടൈപ്പ് അല്ല. മോസ്റ്റ് ഓഫ് ദി എന്ന് വന്നാൽ നമ്മൾ സം ഓഫ് ദി എന്നാണ് എടുക്കുന്നത്. സോ ഐ ടൈപ്പ് സ്റ്റേറ്റ്മെന്റ് ആണ്, പ്രൊപ്പോസിഷൻ ആണ് മോസ്റ്റ് ഓഫ് ദി സ്റ്റുഡൻസ് ആർ ഒബീഡിയന്റ് എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾക്ക് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഏത് പ്രൊപ്പോസിഷൻ ആണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ വന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് സം ഓഫ് ദി സ്റ്റുഡൻസ് ആർ ഒബീഡിയന്റ്, ആ ഒരു ഫോർമാറ്റിൽ വന്നിരിക്കുന്നതാണ്. ഓക്കെ, ഇവിടെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ഈസ് ടേക്കൺ ടു ബി ട്രൂ. ഓക്കെ, വിച്ച് വൺ ഓഫ് ദി ഫോളോവിങ് പെയർ ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് ക്യാൻ ബി ക്ലെയിം ടു ബി ട്രൂ എന്ന് വെച്ചാൽ ക്വസ്റ്റ്യന്റെ പാറ്റേൺ ഇങ്ങനെയാണ്. നമുക്കൊരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്, ആ ഒരു സ്റ്റേറ്റ്മെന്റ് ട്രൂ എന്നാണ് പറയുന്നത് അല്ലേ? അപ്പൊ നമ്മളുടെ ആൻസേഴ്സിൽ ഒരു 4 സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണെങ്കിൽ താഴെ തന്നിരിക്കുന്നതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് ട്രൂ ആയിട്ട് വരുന്നത് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ സോൾവ് ചെയ്യാം? നമുക്ക് വെൻ ഡയഗ്രാംസ് യൂസ് ചെയ്ത് സോൾവ് ചെയ്യാം. ഓക്കെ, സമ്മിന്റെ വെൻ ഡയഗ്രാം എങ്ങനെയാണ് വരുന്നത്? നമുക്ക് ഓവർലാപ്പിംഗ് ഡയഗ്രാം വരുന്നുണ്ട്. ദിസ് ഈസ് ഒബീഡിയന്റ്. നിങ്ങളിത് ചെയ്ത് നോക്കുക കേട്ടോ. വെൻ ഡയഗ്രാംസ് വരയ്ക്കുക. സം എസ് ആർ പിയുടെ വെൻ ഡയഗ്രാംസ് വരയ്ക്കുക. ഓക്കെ, 3 വെൻ ഡയഗ്രാംസ് ആണ് നമ്മൾക്ക് സം എസ് ആർ പിക്ക് ഉള്ളത്. ഇവിടെ എസ് എന്ന് പറയുന്നത് സ്റ്റുഡൻസ് ആണ്, പി എന്ന് പറയുന്നത് ഒബീഡിയന്റ് ആണ്. ഓക്കെ, ഈ 3 വെൻ ഡയഗ്രാംസിലും നമ്മൾക്ക് കോൺസെപ്ച്വലി കറക്റ്റ് ആയിട്ട് വരുന്ന സ്റ്റേറ്റ്മെന്റ്സ് ആയിരിക്കും ഈ ആൻസേഴ്സിൽ നിന്ന് നമ്മൾ പിക്ക് ചെയ്യേണ്ടത്. ഓക്കെ, ഫസ്റ്റ് ഓപ്ഷൻ തന്നിരിക്കുന്നത് ഓൾ ഒബീഡിയന്റ് പേഴ്സൺസ് ആർ സ്റ്റുഡൻസ്. ഓക്കെ, ഫസ്റ്റ് ഡയഗ്രാം നോക്കുക. ഫസ്റ്റ് ഡയഗ്രാം അനുസരിച്ച് അത് ട്രൂ ആണോ? ഓൾ ഒബീഡിയന്റ് പേഴ്സൺസ് ആർ സ്റ്റുഡൻസ് വരുന്നുണ്ടോ?
ഓൾ ഒബീഡിയന്റ് പേഴ്സൺസ് ആർ സ്റ്റുഡൻസ് എന്നാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് വന്നിരിക്കുന്നത്. ഫസ്റ്റ് ഡയഗ്രാമിൽ അത് ചെക്ക് ചെയ്യാം. ഓക്കെ, ഇതിൽ എല്ലാ ഒബീഡിയന്റ് പേഴ്സൺസും സ്റ്റുഡന്റ് ആണോ വന്നിരിക്കുന്നത് വെൻ ഡയഗ്രാം അനുസരിച്ച്? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് സം ഓഫ് പറയുന്നത് ദി ഓൾ ഒബീഡിയന്റ് പേഴ്സൺസ് ആർ സ്റ്റുഡന്റ് എന്നാണ്. സോ ഫസ്റ്റ് ഡയഗ്രാം ചെക്ക് ചെയ്യാം. ആ സ്റ്റേറ്റ്മെന്റ് ഈ ഒരു ഡയഗ്രാമിന് മാച്ചിങ് ആവുന്നില്ല. ഓക്കെ, അതേ സ്റ്റേറ്റ്മെന്റ് തന്നെ സെക്കൻഡ് ഡയഗ്രാമിൽ ചെക്ക് ചെയ്യാം. ഓൾ ഒബീഡിയന്റ് പേഴ്സൺസ് ആർ സ്റ്റുഡൻസ്. ഓക്കെ, ഓൾ ഒബീഡിയന്റ് പേഴ്സൺസ് ആർ സ്റ്റുഡൻസ് എന്നാണ് സെക്കൻഡ് ഡയഗ്രാമിൽ വന്നിരിക്കുന്നത്. സോ ദാറ്റ് ഈസ് ട്രൂ. ദെൻ തേർഡ് ഡയഗ്രാം എടുക്കുക. ഓൾ ഒബീഡിയന്റ് പേഴ്സൺസ് ആർ സ്റ്റുഡൻസ്. എല്ലാ ഒബീഡിയന്റ് പേഴ്സൺസും സ്റ്റുഡന്റ് ആണോ? അല്ല. ഒബീഡിയന്റ് പേഴ്സൺസിൽ ഒരു പാർട്ട് മാത്രമാണ് സ്റ്റുഡൻസ് വന്നിരിക്കുന്നത്. സോ ദാറ്റ് ഈസ് ഫോൾസ്. ഓക്കെ, കുറെ പേർക്ക് മനസ്സിലായെന്ന് പറയുന്നുണ്ട്. മനസ്സിലാവാത്തവർ ചോദിക്കുക. ദെൻ നമ്മൾ നെക്സ്റ്റ് ഓപ്ഷനിലോട്ട് പോവാണ്. ഓൾ സ്റ്റുഡൻസ് ആർ ഒബീഡിയന്റ്. ഫസ്റ്റ് ഡയഗ്രാം നോക്കുക. ഓൾ സ്റ്റുഡൻസ് ഒബീഡിയന്റ് ആണോ ഇവിടെ? ഇവിടെ ഒരു പെർട്ടിക്കുലർ പോർഷൻ മാത്രമേ ഒബീഡിയന്റ് ആയിട്ടുള്ളൂ. സോ ഓൾ സ്റ്റുഡൻസ് ആർ ഒബീഡിയന്റ് എന്നുള്ളത് ഫസ്റ്റ് ഡയഗ്രാമിന് തെറ്റാണ്. സെക്കൻഡ് ഡയഗ്രാമിലോട്ട് പോവുക. ഓൾ സ്റ്റുഡൻസ് ആർ ഒബീഡിയന്റ്. എല്ലാ സ്റ്റുഡൻസും ഒബീഡിയന്റ് ആണോ? സെക്കൻഡ് ഡയഗ്രാമിൽ അല്ല. എല്ലാ സ്റ്റുഡൻസിലും ഒരു പോർഷൻ മാത്രമാണ് ഒബീഡിയന്റ് ആയിട്ട് വന്നിരിക്കുന്നത്. സോ ദാറ്റ് ഈസ് ഓൾസോ false. ആൻഡ് തേർഡ് ഡയഗ്രാം എടുക്കുക. ഓൾ സ്റ്റുഡൻസ് ആർ ഒബീഡിയന്റ്. ഓൾ സ്റ്റുഡൻസ് ആർ ഒബീഡിയന്റ് ആണ്. ഓക്കെ, സെക്കൻഡ് ആൻസർ വർക്ക്ഔട്ട് ചെയ്തത് മനസ്സിലായോ? ദെൻ നമ്മൾ തേർഡ് സ്റ്റേറ്റ്മെന്റിലോട്ട് പോവാണ്. സം സ്റ്റുഡൻസ് ആർ ഒബീഡിയന്റ്. ഓക്കെ, ഈ ഒരു ഡയഗ്രാം നോക്കുക. സം സ്റ്റുഡൻസ് ആർ ഒബീഡിയന്റ്. അത് കറക്റ്റ് അല്ലേ? ആ ഒരു ഡയഗ്രാമിൽ വരുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് ഡയഗ്രാം നോക്കുക. സം സ്റ്റുഡൻസ് ആർ ഒബീഡിയന്റ്. ആ ഒരു ഡയഗ്രാമിൽ വരുന്നുണ്ട്. തേർഡ് ഡയഗ്രാമിൽ ചെക്ക് ചെയ്യുക. സം സ്റ്റുഡൻസ് ആർ ഒബീഡിയന്റ്. സം സ്റ്റുഡൻസ് ഒബീഡിയന്റ് അല്ലേ വരുന്നത്? ഓക്കെ, തേർഡ് ഓപ്ഷൻ മൂന്നിലും ട്രൂ ആണ്. ഓക്കെ, 3 ഡയഗ്രാമിലും വർക്കൗട്ട് ആവുന്നുണ്ട്. ആൻഡ് ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് സം സ്റ്റുഡൻസ് ആർ നോട്ട് ഡിസൊബീഡിയന്റ്. ഓക്കെ, നമ്മൾ മുന്നേ ക്ലാസ്സിൽ പറഞ്ഞതാണ്, 2 നെഗറ്റീവ് ടേംസ് ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ നമ്മളത് എന്തായിട്ട് എടുക്കുക? ഒരു പോസിറ്റീവ് വെർബായിട്ട് എടുത്താൽ മതി. സോ ഇവിടെ ലിറ്ററലി ഇതാണ് മീൻ ചെയ്യുന്നത്. സം സ്റ്റുഡൻസ് ആർ ഒബീഡിയന്റ് എന്നുള്ളതാണ് മീൻ ചെയ്യുന്നത്. ഓക്കെ, സം സ്റ്റുഡൻസ് ആർ നോട്ട് ഡിസൊബീഡിയന്റ് എന്ന് വെച്ചാൽ എന്താണ്? സം സ്റ്റുഡൻസ് ആർ ഒബീഡിയന്റ് എന്ന് തന്നെയാണ്. സോ നമ്മളുടെ സെയിം ഇത് തന്നെയാണ് വരുന്നത്. തേർഡ് ഓപ്ഷൻ തന്നെയാണ് വരുന്നത്. സോ അതുപോലെ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇതെങ്ങനെയാ വർക്കൗട്ട് ചെയ്തതെന്ന് മനസ്സിലായോ? ഇവിടെ ആൻസർ ഏതാണ് വരുന്നത്? ഓപ്ഷൻ 3 ആൻഡ് 4 ആണ് വരുന്നത്. 3 ആൻഡ് 4 ഏതിലാണ് വരുന്നത്? ആൻസർ ഈസ്. എല്ലാവർക്കും കിട്ടുന്നുണ്ടോ ഈ വെൻ ഡയഗ്രാം? വെൻ ഡയഗ്രാംസിന്റെ ക്വസ്റ്റ്യൻ ഒരിക്കലും ഒരേ പാറ്റേണിലല്ല വരുന്നത്. അതിന് ഡിഫറെന്റ് പാറ്റേൺസ് ആണ്. നമ്മളിവിടെ ഒരുപാട് പാറ്റേൺസ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ഓരോ പാറ്റേണിലും അതിന്റെ ബേസിക് കോൺസെപ്റ്റ് എത്രത്തോളം തറവാണോ നിങ്ങൾക്ക് അത്ര പെട്ടെന്ന് ആ ഒരു കോൺസെപ്റ്റ് പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. സോ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇഫ് ദി സ്റ്റേറ്റ്മെന്റ് ഓൾ സ്റ്റുഡൻസ് ആർ ഇന്റലിജന്റ് ഈസ് ട്രൂ. നമ്മളുടെ ഇവിടുത്തെ പ്രൊപ്പോസിഷൻ ഏതാണ്? ഓൾ സ്റ്റുഡൻസ് ആർ ഇന്റലിജന്റ്. ഓൾ സ്റ്റുഡൻസ് ആർ ഇന്റലിജന്റ് എ ടൈപ്പ് പ്രൊപ്പോസിഷൻ ആണ്. എ ടൈപ്പ് പ്രൊപ്പോസിഷൻ ഞാൻ പറഞ്ഞു ഏത് വെൻ ഡയഗ്രാം ആണ് വരുന്നത്? ഓൾ സ്റ്റുഡൻസ് ആർ ഇന്റലിജന്റ്. നിങ്ങൾ നിങ്ങളുടെ ബുക്സിലോ എന്തായാലും വർക്ക്ഔട്ട് ചെയ്യാൻ നോക്കുക. സ്റ്റുഡൻസ് അകത്ത് വരണം. അപ്പോഴാണ് ഓൾ സ്റ്റുഡൻസ് ആർ ഇന്റലിജന്റ് എന്ന് പറയാനായിട്ട് പറ്റുള്ളൂ, അല്ലേ? ഇന്റലിജന്റ് ആണ് വലിയ സർക്കിൾ എന്ന് പറയുന്നത്. സ്റ്റുഡന്റ് ഈസ് ഇൻസൈഡ് ഓഫ് ഇന്റലിജന്റ്. ഇഫ് ദ സ്റ്റേറ്റ്മെന്റ് ഓൾ സ്റ്റുഡൻസ് ആർ ഇന്റലിജന്റ് ഈസ് ട്രൂ. ഓക്കെ, ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണെങ്കിൽ വിച്ച് ഓഫ് ദി ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ് ആർ ഫോൾസ്? ഓക്കെ, ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഫോൾസ് വരുന്നത്? നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ എല്ലാത്തിനും ടിക്ക് മാർക്കാണോ വന്നത്? കുറേ ഡയഗ്രാംസിന് നമുക്ക് ക്രോസ് മാർക്ക് വന്നിട്ടുണ്ടായിരുന്നു. സോ ഇവിടെ ചോദിക്കുന്നത് തെറ്റായിട്ട് ഫോൾസ് ആവാനുള്ള സാധ്യതകൾ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ്സിനാണ് എന്നുള്ളതാണ്. നമുക്ക് നോക്കാം.
ഓക്കെ, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താ പറയുന്നത്? നോ സ്റ്റുഡൻസ് ആർ ഇന്റലിജന്റ്. ഓക്കെ, നോ സ്റ്റുഡൻസ് ആർ ഇന്റലിജന്റ്. ഇവിടെ നോക്കിയേ, ഈ ഒരു ഡയഗ്രാമിൽ അത് പോസിബിൾ ആണോ? നോ സ്റ്റുഡൻസ് ആർ ഇന്റലിജന്റ് ഈ ഒരു ഡയഗ്രാമിന് ശരിയാണോ, ട്രൂ ആണോ, ഫോൾസ് ആണോ? നോ സ്റ്റുഡൻസ് ആർ ഇന്റലിജന്റ് ട്രൂ ആണോ, ഫോൾസ് ആണോ? ഈ ഒരു ഡയഗ്രാമിന് False. ഫോൾസ് ആണ്. ഗുഡ്. ആൻഡ് സം സ്റ്റുഡൻസ് ആർ ഇന്റലിജന്റ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? സം സ്റ്റുഡൻസ് ആർ ഇന്റലിജന്റ്. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഈ ഒരു ഡയഗ്രാമിന് ട്രൂ ആണോ, ഫോൾസ് ആണോ? True. ട്രൂ ആണ്. Then some students are not intelligent. Okay, some True. students are True. not intelligent. True. True. False. ഒന്ന് നന്നായിട്ട് നോക്കാവോ? Some students are not intelligent. False അല്ലേ? False. True. Some not intelligent ആണോ? ഇവിടുത്തെ സ്റ്റുഡൻസ് നോക്കിയേ, സ്റ്റുഡൻസ് എല്ലാം ഇന്റലിജന്റിന് അകത്താണ് വന്നിരിക്കുന്നത്. ദാറ്റ് മീൻസ് ഓൾ സ്റ്റുഡൻസ് ആർ ഇന്റലിജന്റ് എന്നാണ്, അല്ലേ? അപ്പം സം സ്റ്റുഡൻസ് ആർ നോട്ട് ഇന്റലിജന്റ് എന്ന് പറയുമ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. നമ്മുടെ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിച്ചു നോക്കുക. ഇഫ് ദി സ്റ്റേറ്റ്മെന്റ് ഓൾ സ്റ്റുഡൻസ് ആർ ഇന്റലിജന്റ് ഈസ് ട്രൂ, വിച്ച് ഓഫ് ദി ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ഫോൾസ് എന്നാണ് ക്വസ്റ്റ്യൻ. ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഫോൾസ്? 1 and 3 ആണ് ഫോൾസ് ആയിട്ട് വരുന്നത്. ക്വസ്റ്റ്യന്റെ പാറ്റേൺ മനസ്സിലായോ? ആദ്യത്തെ ക്വസ്റ്റ്യൻ എങ്ങനെയായിരുന്നു വന്നിരുന്നത്? നമ്മളുടെ ക്വസ്റ്റ്യനിൽ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്, അത് ട്രൂ ആണെങ്കിൽ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏതൊക്കെയാണ് ട്രൂ എന്നാണ് ചോദിച്ചത്, അല്ലേ? അപ്പൊ നമ്മൾ ആ ഒരു സ്റ്റേറ്റ്മെന്റിനോട് ഈക്വൽ ആയിട്ട് വരുന്ന സ്റ്റേറ്റ്മെന്റ്സ് ആണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ നമ്മൾ നോക്കിയത് എന്താണ്? ക്വസ്റ്റ്യനിൽ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്, അത് ട്രൂ ആണ്. ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണെങ്കിൽ ഏതൊക്കെയാണ് ഫോൾസ് ആയിട്ട് വരുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഓക്കെ, രണ്ടും രണ്ട് പാറ്റേൺ ആണ്. ഓക്കെ, സോ നമ്മൾ വെൻ ഡയഗ്രാം ത്രൂ ചെക്ക് ചെയ്യുക, ഏതൊക്കെയാണ് ട്രൂ ആയിട്ട് വരുന്നത്, ഏതൊക്കെയാണ് ഫോൾസ് ആയിട്ട് വരുന്നത്. നമുക്ക് രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് കിട്ടി. ഫസ്റ്റ് ആൻഡ് 3 ആർ ഫോൾസ്. സോ ഫസ്റ്റ് ആൻഡ് 3 ഏതാണ് വന്നിരിക്കുന്നത് ഓപ്ഷൻ? ഓപ്ഷൻ ഈസ് ബി.